ഹലോ ഗെയ്സ്, എൻ്റെ വീഡിയോയിൽ ഇന്നുണ്ടല്ലോ എൻ്റെ നാട്ടിൽ ഇന്നലെ വൈകുന്നേരം മഴ പെയ്തിട്ട് സംഭവിച്ചതാണ്. മൊത്തം വാഴകളും, അതായത് ഒരു 8 ഏക്കറിൻ്റെ അടുത്ത് ഒരു സ്ഥലത്ത് കൃഷി ചെയ്തതാട്ടോ. അപ്പോൾ മൊത്തം വാഴയും കൊല വന്നിട്ടേ ഉള്ളൂ, കൊലച്ച വാഴകളാണ് ഈ വീണ് കിടക്കുന്നത്. ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഞാനിപ്പോൾ കാണിക്കുന്നുള്ളൂ. വാഴകളായത് മൊത്തം പോയി. ഒരു കൊല എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു 10-15 കിലോൻ്റെ അടുത്ത് വരും ഓരോരോ കൊലകൾ. കൊലച്ച് വരുന്നതുണ്ട്, കൊല വെട്ടാറായതുണ്ട്, അതേപോലെ കൊല വന്ന് കൊലക്കാനായതുണ്ട്. അങ്ങനെ കുറേ ഇതിലുള്ള വാഴകളുണ്ട്. ഇതുണ്ടോ, ഇതൊക്കെയും വീണ് നശിച്ചു പോവുക. കർഷകരൊക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ. ഇന്നലെ ഒരു മഴ പെയ്തേനാ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് എത്ര മഴ കിടക്കുന്നുണ്ട്, പെയ്യാൻ കിടക്കുന്നത്. ഒരു കൊലയാണ് ഈ കാണുന്നത്, നല്ലൊരു കൊല. ശരിക്കും മൂപ്പെത്തിയില്ല, വെട്ടാനായില്ല, അതേപോലെ കിടക്കുന്നതാണ്. ഇത് കൊലക്കാറായ വാഴയാണ് ഈ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്താ അവരൊക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ. കൊലച്ച് വന്ന് ഇത് ഒന്നിനും പറ്റാത്ത കായാണിത്, ഉപ്പേരിക്കും കൂടെ പറ്റാത്ത കായ. അതുപോലെ ഇതിൻ്റെ ഇണ്ണിത്തട്ടാന്ന് പറഞ്ഞ സാധനം കേട്ടോ, വാഴൻ്റെ എന്താ പറയുക, ഇണ്ണിത്തട്ടാന്ന് പറഞ്ഞാൽ ഈ വാഴക്ക് നമുക്ക് ഈ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതുണ്ടോ വാഴക്കൊല. അപ്പോൾ ആ ഇണ്ണിത്തട്ടൊക്കെ പറിച്ചിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഞാൻ കുറച്ച് ഭാഗത്തുള്ള മാത്രമേ എടുത്തുള്ളൂ, ബാക്കിയൊന്നും എടുത്തില്ല. അതിലങ്ങനെ അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ വീണ് കിടക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലൊരു കപ്ലങ്ങ ഉണ്ടായിരുന്നു. കപ്ലങ്ങ വരെ വീണിട്ട്, നിറയെ കായുള്ള ഒരു കപ്ലങ്ങ അത് വീണിട്ട് ഈ കപ്ലങ്ങ കൊണ്ടുപോകാൻ ആൾ വന്നിട്ടുണ്ടേ. കാണിച്ചു തരാം. കപ്ലങ്ങ കൊണ്ടുപോകാൻ വന്നത് ആൾ എൻ്റെ ഉമ്മൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകനാ. ഒരു ഹായ് പറയ്. ആ പറഞ്ഞ എന്തിനാ വന്ന് ഒരു കപ്ലങ്ങ മരം വീണെന്നും പറഞ്ഞിട്ട് കപ്ലങ്ങ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പറഞ്ഞു പിന്നെ കുറേ സാധനങ്ങളുണ്ട് കൊണ്ടുപോകാൻ പറ്റിയ. വാഴത്തട്ടി, ഇണ്ണിത്തട്ട, അതുപോലെ കപ്ലങ്ങ. ഇവിടെ വന്നതിനൊരു കാര്യമുണ്ട്, നോമ്പും നോറ്റ് പിന്നെ കൊടുവള്ളിന്ന് നോമ്പും നോറ്റ് കൊടുവള്ളിന്ന് ഞാൻ അങ്ങോട്ട് വിളിച്ചു വരുത്തിയതാ. അപ്പോൾ അതിന് വന്നതിനോന് മുതലാവും. ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കുറേ സാധനങ്ങളുണ്ട്. പറഞ്ഞോ. ഇണ്ണിത്തട്ടുണ്ട് കേട്ടോ, ഇണ്ണിത്തട്ട കാണിച്ചു തരാവേ. കുറച്ച് ഇണ്ണിത്തട്ട എടുത്തുള്ളൂ. അവന് അത് മതിയെന്ന് പറഞ്ഞു, ഇത് മതിയെന്ന് പറഞ്ഞു, എടുത്ത് വണ്ടിയിൽ വെച്ചാൽ. പിന്നെ ഇതാ കാന്താരിമുളക്, നല്ല അടിപൊളി കാന്താരിമുളക് കേട്ടോ. പിന്നെ 2 മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എടുത്തിട്ട് പോന്നു. ഞാനും ഞങ്ങളെ പാത്തൂസും കൂടെയാണ്. ഹായ് പറയ്, ഇങ്ങോട്ട് നോക്കി ഹായ് പറയ്. വാ, അന്നോട് പാത്തൂസിനോട് ഹായ് പറയ്. ആ, ഞാനും പാത്തൂസും കൂടിയാണ് ഇത്രയും സമയം മുളക് പറിച്ചത്. ഞങ്ങൾ രാവിലെ വന്ന് മടുത്തുണ്ട്. ഞങ്ങൾ മുളകൊക്കെ പറിച്ചിട്ട് ഇനി പോവുകയാണ്. ഇവിടെ കൃഷി ഓഫീസറൊക്കെ വന്ന് സൈറ്റൊക്കെ നോക്കിയിട്ട് പോയി. ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വീണുണ്ട്. പിന്നെ പക്ഷെ ഒന്ന് നോക്കണേ, അവിടെ നിന്നിട്ടോ. ഇവിടെയൊക്കെ ഇതാക്കണം വാഴ കൊലച്ച് ഒന്നുമേലേക്ക് വീണ് കിടക്കുകയാണേ. ഈ ഭാഗത്തും 2 ഭാഗത്തുമായിട്ടുള്ള വാഴകൾ, ഒരുപാട് വാഴ പോയിട്ടുണ്ട്. ഇവർ കർഷകർ എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിയാണ് കിട്ടിയത്. കാരണം പെട്ടെന്ന് വന്ന ഒരു മഴ, ഒരു പ്രതീക്ഷിക്കാതെ വന്ന ഒരു മഴയാണിത്. ആ മഴയത്താണ് ഇത്രയും ഒരു നാശനഷ്ടം വന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് മഴ പെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ. ഇന്നലെ ചെറുതായിട്ട് വന്നു, നല്ല കാറ്റായിട്ട് വന്ന് ഇത്രയും വാഴകൾ നശിപ്പിച്ചു. അതേപോലെ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഇറങ്ങി കൂമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീടിൻ്റെ മുകളിൽ തെങ്ങ് വീണിട്ട് ആ വീട് മൊത്തം കംപ്ലൈൻ്റായി. മാത്രമല്ല ആ വീട്ടിലുള്ളൊരു മോനുണ്ടായിരുന്നു, 22 വയസ്സുള്ളൊരു മോന്.
ആ മോന് തലക്ക് പരിക്ക് പറ്റി. KMCT ഹോസ്പിറ്റലിലാണ്. ഇത് കൂമ്പാറ കള്ളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് വാഴ വീണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.